ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ 1 HP 40 മീറ്റർ ഹെഡ് മൾട്ടി സ്റ്റേജ് ഒരു പമ്പ്, പ്രഷർ പമ്പാണ്. അപ്പോൾ അത് നമ്മൾ കിറ്റായിട്ട് മേടിച്ചതാണ്. ഒരു ഫുൾ കിറ്റല്ല, ഓരോന്ന് സ്പെയർ പാർട്സായിട്ട് മേടിച്ചിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് സെറ്റ് ചെയ്യുകയാണ്. പമ്പ് വേറെയാണ്, അത് നമ്മളെ 5 വേ കണക്ടർ വേറെയാണ്, NRV വേറെയാണ്, അതുപോലെ ഡൺഫോഴ്സിൻ്റെ സ്വിച്ച്, പ്രഷർ ഗേജ് മീറ്റർ, ഇതൊക്കെ വേറെ വേറെ ആയിട്ട് നമ്മൾ മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ച് ഇത് ഒരു പമ്പ് മേടിക്കുമ്പോൾ നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്, നല്ല സംഖ്യ വരുന്നുണ്ട്. ഏകദേശം 18 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമ്മളെ ക്വാളിറ്റിക്കും നമ്മളെ പ്രഷറിനനുസരിച്ചുള്ള മോട്ടർ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഗേജ് മീറ്ററൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഗേജ് മീറ്റർ, ഡൺഫോഴ്സ് സ്വിച്ച്, 3 ടൈപ്പ് സ്വിച്ച് ഉണ്ട്. നല്ല സ്വിച്ച് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് ഈ 5 വേ കണക്ടറും ടാങ്കും 24 ലിറ്റർ കപ്പാസിറ്റിയാണ് ടാങ്ക്. അത് ടാങ്ക് വേണമെങ്കിൽ നമുക്ക് കപ്പാസിറ്റി കൂട്ടാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യകത, അതായത് പലരും പറഞ്ഞ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല, അതായത് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു വലിയൊരു ഹിസ്റ്ററി ഒന്നും ഇതിനില്ല. അതായത് 1-2 പമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ ഒരു പ്ലംബർക്ക് അനായാസം ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണിത്, പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്യൽ. പിന്നെ ചിലത് നമ്മൾ ഡൺഫോഴ്സ് സ്വിച്ചിൻ്റെ പമ്പുകൾ വെക്കുമ്പോൾ നമ്മൾ പ്രഷർ ബാറ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രായോഗികമായ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചാൽ ബാക്കി എല്ലാ പമ്പുകളും നോർമലി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് അത്യാവശ്യം ഒരു പ്ലംബർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് അറിയാത്ത കുറേ ആളുകളുണ്ട്. പ്രഷർ പമ്പ് വെക്കൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തിനാണ് വെക്കുന്നത് പോലും അറിയാത്ത ആളുകളുണ്ട്. അതായത് ബൂസ്റ്റ് ചെയ്യാനാണോ അതോ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂട്ടാനാണോ, അങ്ങനെ കുറേ സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാര്യമായിട്ട് നമ്മൾ വെക്കുന്നത് ഒരു 10 ബാത്റൂമുണ്ട്. 10 ബാത്റൂമിനാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് ഇതിന് 6 ബാത്റൂമാണ്. ഈ 6 ബാത്റൂമിൽ റെയിൻ ഷവറിനാണ് കമ്പനി, അതായത് റെയിൻ ഷവർ എന്ന് പറഞ്ഞാൽ മാക്സിമം കൂടിപ്പോയാൽ. പക്ഷേ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഇതേ ഒരു ടൈപ്പ് സാധനം വെച്ചിട്ട് 8 ബാത്റൂമിൽ 1 ടൈം 8 റെയിൻ ഷവർ തുറന്നു. 8 റെയിൻ ഷവർ തുറന്ന് 8 ബേസനും തുറന്നിട്ട് നല്ല പെർഫോമൻസാണ്. അപ്പോൾ കമ്പനി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അതായത് നമുക്ക് നല്ല പെർഫോമൻസ് ഈ മൾട്ടി സ്റ്റേജ് പമ്പിൽ 40 മീറ്റർ ഹെഡിൽ, അതായത് 40 മീറ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ 4 ബാർ പ്രഷറായി. ഒരു ബാർ പ്രഷറിന് 10 മീറ്റർ ഹെഡ് വെച്ച് നമ്മൾ കൂട്ടുക, അപ്പോൾ 4 ബാർ പ്രഷർ കിട്ടി. പക്ഷേ നമ്മളിതിൽ സെറ്റ് ചെയ്ത പ്രഷർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 3 ബാർ പ്രഷറാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഹീറ്റ് പമ്പ് വെക്കുന്നുണ്ട്. നമ്മൾ ഓരോ ടീം ഓരോരോ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ മാറി ഓരോരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രഷർ പമ്പ് വെക്കുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള ജോലിക്കാർ ഹീറ്റ് പമ്പ് വെക്കുന്നുണ്ട്. ഞങ്ങൾ ഫുള്ളി PPRലാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അതുകൊണ്ട് കുറേശ്ശായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടുതൽ ഈ പമ്പ് വെക്കുന്നതും അതേമാതിരി പ്രഷർ പമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രഷർ പമ്പിൻ്റെ A to Z കാര്യങ്ങളും ഹീറ്റ് പമ്പിൻ്റെ A to Z കാര്യങ്ങളും നമ്മൾ ഓരോ ചെറിയ വീഡിയോസായിട്ട് നമ്മളിനി ഇടുകയുള്ളൂ. കാരണം വലിയ വീഡിയോ ആകുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ അറിയാനൊന്നും പറ്റില്ല. PPRലാണ് PPR എന്ന് വീണ്ടും നമ്മൾ എടുത്ത് പറയാൻ കാരണം ടെൻഷൻ കുറവാണ്. നമുക്ക് രാത്രി സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, ആരും വിളിക്കില്ല. അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു പൈപ്പ് ആയതുകൊണ്ട് ഏത് കമ്പനീനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നില്ല. PPR അത് ഉപയോഗിക്കുക. മാക്സിമം നമ്മൾ ടെൻഷൻ ഫ്രീ ആവുക. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ PPRൻ്റെ പല ഫിറ്റിങ്സ് വരുന്നുണ്ട്, ഹീറ്റ് പമ്പിൻ്റെ ഫിറ്റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് നമ്മളിങ്ങനെ ആവുന്നതിനനുസരിച്ച് 4 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോസായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാം, കാണേണ്ട ആളുകൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യും.